അഥ തസ്യ പുനർവിപ്രൈരപുത്രസ്യ മഹീപതേഃ ബാഹുഭ്യാം മധ്യമാനാഭ്യാം മിഥുനം സമപദ്യത. മിഥുനങ്ങളുണ്ടായി എന്നാണ്. മിഥുനം എന്ന് വെച്ചാൽ, മിഥുനങ്ങൾ എന്ന് വെച്ചാൽ രണ്ട് പേര്, ഒരു പുരുഷനും ഒരു സ്ത്രീയും. അതിൽ ആൺകുട്ടിയായിട്ട് ജനിച്ചത് ആരായിരുന്നു? ഭഗവാൻ തന്നെയായിരുന്നു. പൃഥു എന്ന പേരിൽ ഭഗവാനും അർച്ചസ് എന്ന പേരിൽ ഭഗവതിയും ഒരുമിച്ച് അവതരിച്ചു എന്ന് പറയാണ്. ആ കുട്ടികൾ വളർന്ന് വലുതായി. ഈ ഉണ്ണി വളർന്ന് വലുതായി കഴിഞ്ഞാൽ ഞങ്ങളുടെ രാജാവാവണം എന്നൊക്കെ നാട്ടിലുള്ളവർ ആഗ്രഹിച്ചു, പ്രജകളൊക്കെ ആഗ്രഹിച്ചു. ക്രമേണ ആ പൃഥു വളർന്നു വലുതായി യുവരാജാവായിട്ട് മാറി. രാജാവായ സമയത്തുണ്ട് അനവധി ആളുകളാണത്ര അവിടേക്ക് ഓടി വരികയാണ് രാജാവിൻ്റെ അടുത്തേക്ക്. അവർ വന്നിട്ട് ഇങ്ങനെ പരാതിമയം, രാജാവെ വിശന്നിട്ട് വയ്യ, ഭക്ഷണം കഴിച്ചിട്ട് വർഷങ്ങളായി പല ആളുകളും, വസ്ത്രമില്ല, താമസിക്കാൻ സ്ഥലമില്ല, ഇങ്ങനെ രാജാവിൻ്റെ അടുത്ത് വന്നിട്ട് ആളുകൾ പരാതിപ്പെട്ടപ്പോൾ താൻ രാജാവായിട്ടുള്ള സ്ഥലത്ത് തൻ്റെ പ്രജകൾക്കൊന്നും എന്തുകൊണ്ടാണ് ഐശ്വര്യമില്ലാതെ ഉണ്ടായിരിക്കുന്നത് എന്ന് ചിന്തിച്ചപ്പോൾ മനസ്സിലായി ഭൂമിദേവി ഐശ്വര്യം കൊടുക്കാത്തതിൻ്റെ ഫലമായിട്ടാണ് എന്ന് രാജാവിന് പൃഥുവിന് മനസ്സിലായി. അങ്ങനെയാണെങ്കിൽ ആ ഭൂമിയെ ചോദ്യം ചെയ്യണം എന്നുള്ള നിലയ്ക്ക് ഭൂമിദേവിയെ പിടിച്ച് കെട്ടാനായിക്കൊണ്ട് തീരുമാനിച്ചു. ഭൂമിയാണെങ്കിൽ ഒരു പശുക്കുട്ടിയുടെ രൂപത്തിൽ പൃഥുവിനെ കണ്ട സമയത്ത് ഓടാൻ തുടങ്ങി. പിന്നാലെ ഓടുന്ന പൃഥു ചക്രവർത്തി ആ ഭൂമിദേവിയെ അഥവാ ആ പശുക്കുട്ടിയെ പിടിച്ചങ്ങോട്ട് കെട്ടി കൊല്ലാനായിട്ട് ശ്രമിച്ചു എന്നാണ്. നീ എൻ്റെ പ്രജകൾക്ക് മുഴുവൻ ഐശ്വര്യങ്ങൾ തിരികെ കൊടുക്കൂ. അതിനെ കൊടുക്കണ്ടെന്ന് തീരുമാനിച്ചിട്ടല്ല രാജാവേ. ഈ ലോകത്ത് ആരും സൽക്കർമ്മങ്ങൾ ചെയ്യാണ്ടേ, ആരും സൽക്കർമ്മങ്ങൾ ചെയ്യണില്ല എങ്കിൽ എങ്ങനെ ഐശ്വര്യങ്ങൾ കൊടുക്കും? ഇതൊന്നും നീ എന്നോട് പറയണ്ട. എൻ്റെ രാജ്യത്ത് പ്രജകൾക്ക് ഐശ്വര്യങ്ങൾ ഉണ്ടാവണം, അല്ലെങ്കിൽ നിന്നെ പോലെയുള്ള എത്രയോ ഭൂമിയെ സൃഷ്ടിക്കാനായിട്ട് എനിക്ക് സാധിക്കും എന്ന് കേട്ടപ്പോൾ ആ ഭൂമിക്ക് മനസ്സിലായി എന്ത്, ഇത് വെറും രാജാവല്ല, പിന്നെയോ ഈശ്വരൻ തന്നെയാണ് രാജാവായിട്ട് വന്നിരിക്കുന്നത് എന്ന് ബോധ്യമായി. അപ്പോൾ ദാ ഐശ്വര്യങ്ങൾ കൊടുക്കാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെയാണ് ഓരോരുത്തർ വന്ന് ഈ പശുവിൽ നിന്നും കറന്നെടുത്ത് കൊണ്ടുപോയി എന്നൊക്കെയാണ് പറയുക. ഓരോരുത്തർക്കും ആവശ്യമുള്ളത്, അവർക്ക് എന്താണോ ആവശ്യമുള്ളത് അത് ഭൂമിദേവി കൊടുത്തു. ഇപ്പോൾ ദേവന്മാർക്ക് ആവശ്യം അമൃതാണ്. ദേവേന്ദ്രനെ പശുക്കിടാവായിട്ട് സങ്കല്പിച്ച് കറന്നെടുത്തു, അവർ അമൃത് കൊണ്ടുപോയി. അസുരന്മാർക്ക് മദ്യമാണ്. പ്രഹ്ലാദനെ, അസുര ശ്രേഷ്ഠനായിട്ടുള്ള പ്രഹ്ലാദനെ പശുക്കിടാവായിട്ട് സങ്കല്പിച്ച് അവരത് എടുത്തു കൊണ്ടുപോയി. ഇങ്ങനെ ഓരോരുത്തരും അവരവർക്ക് ആവശ്യമായിട്ടുള്ളത് എന്താണോ അതൊക്കെ കൊണ്ടുപോയി എന്ന് പറയാണ്. പ്രജകൾക്കൊക്കെ ഇപ്പം എന്തായി, സകല ഐശ്വര്യവും തിരികെ കിട്ടി അല്ലേ. ഒരു സദ്ഭരണാധികാരി വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്ത് എല്ലാ തരത്തിലുള്ള ഐശ്വര്യങ്ങളും ഉണ്ടാവും എന്ന് കാണിക്കുകയാണ്. രാജ്യത്തിൻ്റെ ആസ്തി എന്നുള്ളത്, അല്ലെങ്കിൽ ഐശ്വര്യങ്ങൾ കുറവായിട്ട് രാജ്യത്ത് കാണുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണക്കാരനാരാണ്? രാജാവ് തന്നെയാണ്. വേണ്ട വിധത്തിൽ രാജ്യത്തെ സംരക്ഷിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്. ഐശ്വര്യങ്ങൾ ധാരാളം ഉണ്ടാവുന്നുണ്ട് എങ്കിലോ അതിനും കാരണക്കാരൻ രാജാവ് തന്നെയാണ്. രാജാവിൻ്റെ സദ്ഭരണം കൊണ്ടാണ് ഇപ്പോൾ ദാ എല്ലാ ഐശ്വര്യവും പൃഥു ചക്രവർത്തി വന്നതോടുകൂടി ഭൂമിയിൽ തിരിച്ചു വന്നു എന്ന് പറയാണ്. അങ്ങനെ ഒരു ഐശ്വര്യമില്ലാത്തൊരു കാലം, അതാണ് വേനൻ്റെ ഭരണക്കാലം. അതാണ് പിന്നീട് എന്തായത്, വേനൽക്കാലം എന്നൊക്കെ നമ്മൾ പറയാറുണ്ട് ഇല്ലേ. സുഖമായിട്ടുള്ളൊരവസ്ഥയാണോ ആ കാലം? വേനൽക്കാലം സുഖമായിട്ടുള്ള അവസ്ഥയാണോ? അല്ല അല്ലേ. ഐശ്വര്യങ്ങളൊക്കെ കുറവ്. എന്താ, കുടിക്കാൻ വെള്ളം പോലും പലപ്പോഴും നമുക്ക് കിട്ടണമെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെയൊക്കെ പറയാറുണ്ട്. എന്തായാലും ഐശ്വര്യങ്ങളൊക്കെ തിരികെ കിട്ടി. ഈ പൃഥുവാണെങ്കിൽ ഭൂമിയിൽ പല സ്ഥലത്തേക്കും പ്രവേശിച്ച് അവിടെയൊക്കെ പല പല തൈകളും വൃക്ഷ തൈകളൊക്കെ നട്ട് ഭൂമിയെ ഫലഭൂയിഷ്ഠയാക്കി മാറ്റി.
ഒന്നായിട്ട് കടന്നിരുന്ന ചില കുന്നിൻ പ്രദേശങ്ങളൊക്കെ വേണ്ട വിധത്തിൽ അതിന് യാതൊരു കോട്ടം തട്ടാത്ത രീതിയിൽ ഒക്കെ ഒന്ന് ഇടിച്ച് നിരത്തി പുരഗ്രാമവ്രജാൻ ജനങ്ങൾക്ക് വസിക്കാനുള്ള ഗ്രാമാൻ പുരഃപത്തനാനി ദുർഗാണി വിവിധാനി ച ഘോഷാൻ വ്രജാൻ സശിബിരാനാകരാൻ ഖേടഖർവടാൻ. ജനങ്ങൾക്ക് വസിക്കാനുള്ള ചെറിയ ചെറിയ ഗൃഹങ്ങളായിട്ടും അല്ലേ ഒന്നായിട്ട് കിടന്നിരുന്ന ആ പ്രദേശത്തൊക്കെ ഒന്ന് കുറച്ച് അവിടെ ഇവിടെയൊക്കെ ഇടിച്ചു നിരത്തി ജനങ്ങൾക്ക് വാസയോഗ്യമാക്കി തീർത്തു കൊടുത്തു എന്നൊക്കെ പറയാണ്. ഭൂമിയിൽ ഭൂമിയെ ഫലഭൂയിഷ്ഠയാക്കി മാറ്റി. ഇപ്പം എന്തായി? ഭൂമി ഐശ്വര്യങ്ങളൊക്കെ തന്നെ കൊടുക്കാൻ തുടങ്ങി. അതുകൊണ്ട് ഭൂമിക്കൊരു പര്യായമുണ്ട്. എന്താ? പൃഥ്വി എന്നൊരു പര്യായം ഭൂമിയെക്കുറിച്ച് പറയാറുണ്ട്.